ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് മാർച്ച് 4-നാണ്. നാളെയാണ് നമുക്ക് പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇന്നലെ കിടന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാനും നല്ല വൈകി. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന് പിന്നെ എനിക്ക് ഇംഗ്ലീഷിൽ പോയിംസിന് കുറച്ച് സമ്മറിയൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും 3 മണി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പോയിംസ് ഓൾമോസ്റ്റ് അറിയാം. നമുക്ക് ചാപ്റ്റേഴ്സാണ് ഒന്നും കൂടെ ഒന്ന് നോക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് സൈലത്തിൽ അവർ 3 യൂണിറ്റ് വീതം 2 ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാ ചാപ്റ്റേഴ്സിനെയും. അപ്പോൾ അതിൻ്റെ നോട്ട് ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തു. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ചാപ്റ്റേഴ്സിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇതാണെങ്കിൽ പെട്ടെന്ന് വായിച്ച് തീരുകയും ചെയ്യാം, നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും പെട്ടെന്ന് കവർ ചെയ്യുകയും ചെയ്യാം. ഡിസ്കോഴ്സുകളിലേക്ക് പോകുന്നു, ഗ്രാമർ ടോപ്പിക്കിലേക്ക് പോകുന്നു. സോ റെഡി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ട്, ആഗ്രഹം പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സാധിച്ചു തരിക. എക്സാം എടുക്കുന്ന സമയത്ത് ചോദ്യങ്ങളിൽ മാറ്റം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ചോദ്യം കണ്ടു, എഡിറ്റ് ദ എറേഴ്സ്. ഇവിടെ 4 മാർക്കിനാണ് ചോദ്യം. ദാറ്റ് മീൻസ് ഈ പാസേജിൽ മിനിമം 4 മിസ്റ്റേക്സ് ഉണ്ടാവും. ഈ പാസേജിൽ മിനിമം 4 മിസ്റ്റേക്സ് ഉണ്ടാവും. Let's have a final shout out for the young seagull. Okay, let's have a big hand of applause for young seagull. Young seagull vendi ennu vechadi JD ennu keto. Okay, okay, thank you, love you all. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്, ഫുഡ് എങ്ങനെയാണ്, ആളുകൾ എങ്ങനെയാണ്, കൾച്ചർ എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ അവിടെ പറയാം. നെക്സ്റ്റ് ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സ്കൂൾ വിട്ട് വന്നു. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ റിവ്യൂ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു സമയമായി. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ആയിരുന്നു. ഒരു നോട്ട് ബാഡ് ഗൈസ്, ഒരു ആവറേജ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബാക്കി റിവ്യൂ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്കൂൾ വിട്ട് വന്നപ്പോൾ അമ്മ ഇവിടെ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ രാവിലെ ഞാനൊരു ഷോർട്സ് പോലെ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ വേണ്ടി നോക്കി. അപ്പോഴത്തേക്കും കുറേ ടൈം പോയി. പിന്നെ ലോങ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ മര്യാദയ്ക്കൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് നൂഡിൽസ് കഴിക്കാം.